Hello everyone, welcome back to a new video. Today we'll be discussing some concepts, that is cultural consumption, stereotyping and subjectivity, which comes under MAS for Cultural Studies. So let's start with cultural consumption. Culture studies mainly criticize the traditional view of the passive consumer. അതായത് ട്രഡീഷണൽ ആയിട്ടൊരു വ്യൂ ഉണ്ട്, എന്താണോ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് അതായിരിക്കണം ഒരു കൺസ്യൂമർ ടിപ്പിക്കലി ബിലീവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. ആ ഒരു പെർസ്പെക്റ്റീവ് നമുക്കുണ്ടല്ലോ. ഡോമിനൻ്റ് ആയിട്ട് ഏത് ഗ്രൂപ്പാണോ നിൽക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന ഐഡിയോളജീസ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന പ്രാക്ടീസസ് എന്തൊക്കെയാണോ അത് ഫോളോ ചെയ്യുക എന്നുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ട്. സോ കൾച്ചർ സ്റ്റഡീസിൽ കൂടുതലും ഇതിനെതിരായിട്ടുള്ളൊരു സ്റ്റഡിയും റിസർച്ചും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതായത് ഈ ഒരു ഡോമിനൻ്റ് പൊസിഷൻ മാത്രമല്ല, സബ്വേഴ്സീവായിട്ട് നിൽക്കുന്ന കൾച്ചേഴ്സ് ഉണ്ട്, പ്രാക്ടീസസ് ഉണ്ട്, ഐഡിയോളജീസ് ഉണ്ട്. ഇതിനും ഒരു സ്പേസ് വേണം എന്നുള്ളൊരു രീതിയിൽ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി രൂപപ്പെട്ട് വരുന്നുണ്ട്. സോ ദർ ഈസ് examination of an anti-consumerism from a variety of culture studies angles, which was noted by Jeremy Gilbert. In it, the culture studies must grapple with the fact that we now live in an era when throughout the capitalist world an overriding aim of government economic policy is to maintain consumer spending levels. This is an era where consumer confidence is treated as a key indicator and cause of economic effective. അതായത് നേരത്തെ ഒരു ട്രഡീഷണൽ വ്യൂ എന്ന് പറയുന്നത് ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കാണും, അത് കൺസ്യൂമർ എന്തായാലും ഏറ്റെടുത്തോണം എന്നുള്ളൊരു രീതിയിലുള്ളൊരു വൺ സൈഡഡ് ആയിട്ടുള്ളൊരു തിങ്കിങ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ചാണ്, കൺസ്യൂമറിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഒരു ഓഡിയൻസ് എന്താണ് ആഗ്രഹിക്കുന്നത്, ഓഡിയൻസിൻ്റെ ഇഷ്ടം എന്താണെന്ന് നോക്കിയിട്ടാണ് പല പ്രോഡക്ട്സും സർവീസസും വരുന്നത്. ഇറ്റ്സ് എ വൈസ് വേഴ്സ. നേരത്തെ കൺസ്യൂമറിന് അത്ര റോളില്ലായിരുന്നു, ഇപ്പോൾ കൺസ്യൂമറിനാണ് റോൾ. കൺസ്യൂമറിൻ്റെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ചാണ് പല പ്രോഡക്ട്സും സർവീസസും മാർക്കറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഏത് ഫാക്ടർ എടുത്താലും, എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും ഓഡിയൻസിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ആയിരിക്കും കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കൾച്ചർ കൺസംഷനിലേക്ക് വരുമ്പോൾ കുറേ തിയറീസ് ഉണ്ട്. അതിൽ കുറച്ച് തിയറീസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ തിയറി എന്ന് പറയുന്നത് it include the post-disciplinary perspective of culture studies, which explore consumption as an object of study and provide an overview of research and analysis in this area. അതായത് ഞാൻ പറഞ്ഞു, ആദ്യം കൺസ്യൂമറിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ആ ഒരു ഇമ്പോർട്ടൻസ് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ കൺസംഷൻ, കൾച്ചറൽ കൺസംഷൻ അല്ലെങ്കിൽ കൺസ്യൂമറിസം എന്നുള്ളൊരു കാര്യം ഒരു ഏരിയ ഓഫ് സ്റ്റഡി ആയിട്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് ഫീൽഡായിട്ട് വരുന്നത് ഇപ്പോഴാണ്. ആ ഒരു തിയറി കൾച്ചറൽ കൺസംഷൻ എടുത്ത് നോക്കുമ്പോൾ മെയിനായിട്ട് പോപ്പുലറായി വരുന്നുണ്ട്. Another theory is focused on cultural preference, taste and lifestyle, examining how they relate to social boundaries and structures of inequality. അടുത്തൊരു തിയറിയാണ് കൾച്ചറൽ പ്രിഫറൻസ്, ടേസ്റ്റും ലൈഫ് സ്റ്റൈലും റിലേറ്റ് ചെയ്ത് വരുന്നത്. അതെങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നതെന്ന് ഒരു തിയറി ഉണ്ട്. കാരണം ഇപ്പോഴും ആ ഒരു ഡോമിനൻറ്റ് സബ്സർവിയൻറ്റ് ഡിവിഷൻ ഉണ്ട്. നേരത്തെ അത്രയും ഒരു രീതിയിൽ ഇൻറ്റൻസ് ആയിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ട്രഡീഷൻ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. നമ്മളെപ്പോഴും മറ്റൊരു ആളുടെ കൾച്ചറും ട്രഡീഷൻ എന്താണെന്ന് നോക്കിക്കൊണ്ട് അത് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, അക്കരെ പച്ച കാണുക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരിക്കലും നമ്മളുടെ കൾച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് കാണുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല. മറ്റൊരാളുടെ കൾച്ചർ എന്താണെന്ന് നോക്കി അത് അച്ചീവ് ചെയ്യാൻ നോക്കുന്ന ഒരു രീതിയിലുള്ളൊരു ടെൻഡൻസിയാണ് പൊതുവെ സൊസൈറ്റിയിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം, ഒരാളുടെ ടേസ്റ്റും ഒരാളുടെ ലൈഫ് സ്റ്റൈലും എങ്ങനെയാണ് സൊസൈറ്റൽ ബൗണ്ടറീസിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് കൾച്ചറൽ ഇനീക്വാളിറ്റി ഉണ്ടാക്കുന്നതെന്നും ഫോക്കസ് ചെയ്തുകൊണ്ട് വേറൊരു തിയറിയും കൂടി വരുന്നുണ്ട്. തേർഡ് തിയറി focus on cultural capital, which suggests that engaging in cultural practice can lead to economic reward and social mobility. Again, it's an interaction between cultural practices and society. കാരണം ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രോഡക്ട്സും സർവീസസും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സും ഉണ്ട്.
കൂടുതൽ നമ്മളൊരു ഹൈ കൾച്ചർ ആർട്ടൊക്കെ കാണുന്ന കുറേ പ്രോഗ്രാംസ് കാണാറുണ്ട്. അപ്പോൾ കൂടുതലും എന്താണ് കഥകളി, മോഹിനിയാട്ടം പോലത്തുള്ള ഡാൻസ് പെർഫോമൻസസ് ഒരുപാടധികം ചാനൽസിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഫോക്ക് ആർട്ടൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഇത് കണ്ടു വളരുന്നവർ വിചാരിക്കുന്ന എന്തായിരിക്കും, നമ്മൾ കാണുന്ന ഒരു സർട്ടൺ ആർട്ട് ഫോം, ഒരു സർട്ടൺ ഫുഡ് ഐറ്റം, ഇതൊക്കെയാണ് സുപ്പീരിയർ, ഇതൊക്കെയാണ് ഹൈ കൾച്ചർ എന്ന് മനസ്സിലാക്കി വരുന്നു. അതൊരു രീതിയിലുള്ളൊരു സോഷ്യൽ ഐഡിയോളജിക്കൽ ഫോർമേഷനാണ്. ആ ഒരു തിയറി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ another theory focuses on an alternative approach to understanding consumption, emphasizing common social process and patterns of consumption that are often overlooked. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഹൈ കൾച്ചറിനെ കുറിച്ച് പറഞ്ഞല്ലോ കഴിഞ്ഞ പോയിന്റിൽ. അപ്പോൾ ഇവിടെ ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒരു കൾച്ചറുണ്ട്, ദാറ്റ് ഈസ് ദി ലോ കൾച്ചർ. അതായത് ഫോക്ക് ആർട്ട്, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് എടുത്ത് നോക്കുകയാണെങ്കിലും തനതായ ഒരു ഭക്ഷണ രീതി, തനതായ കലകൾ, വസ്ത്രധാരണ, ഇതെല്ലാം തന്നെ കുറേയൊക്കെ അത് ഡിസേർവ് ചെയ്യുന്ന സ്പേസ് തന്നെ കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇഗ്നോർ ചെയ്യപ്പെടുന്ന, മാർജിനലൈസ് ആയി പോകുന്ന ലോ കൾച്ചറിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു തിയറിയും വരുന്നുണ്ട്. കാരണം ഇതും ഒരു രീതിയിൽ കൾച്ചറൽ കൺസംഷൻ തന്നെയാണ്, നമ്മുടെ കൾച്ചർ തന്നെയാണ്. പക്ഷെ അത് വേണ്ട ഒരു സ്പേസ് കിട്ടാത്തത് കൊണ്ട് അത് ഇഗ്നോർ ചെയ്യപ്പെടുകയാണ്. അപ്പം അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു തിയറി അല്ലെങ്കിൽ ഒരു റിസർച്ച് ഏരിയ വരുന്നുണ്ട്. ആൻഡ് ഫൈനലി ദർ ഇസ് ദ തിയറി ഓഫ് കൺസംഷൻ ആസ് എ ഡിഫൈനിങ് ഫാക്ടർ ഓഫ് അമേരിക്കൻ സൊസൈറ്റി. അതായത് അമേരിക്കനൈസേഷൻ എന്നൊരു കാര്യം കൾച്ചർ സ്റ്റഡീസായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇതിന് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ അമേരിക്കയാണ് അൾട്ടിമേറ്റ് പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ അമേരിക്കൻ ഡ്രീം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അമേരിക്കയാണ് അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ. അമേരിക്കയിൽ പോയ എന്ത് ഡ്രീമും സാധിക്കും. അമേരിക്കൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ അമേരിക്കൻ എൻ്റർടൈൻമെൻറ്റ് കാണുന്നതുമാണ് ഹൈ കൾച്ചർ എന്നുള്ളൊരു രീതിയിൽ ഒരു ടെൻഡൻസി, ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ഒരു അമേരിക്കൻ സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു തിയറിയും കൾച്ചർ കൺസംഷൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു കൾച്ചർ സ്റ്റീരിയോടൈപ്പിംഗ്. A stereotype is a generalized belief about a group of people. It is the expectation that all members of a given group will act the same way or have similar trait. Cultural stereotyping is a set of potentially discriminatory beliefs about people from a specific culture. Usually these stereotypes reduce members of a culture to a set of recognizable and simple traits. കൾച്ചർ സ്റ്റീരിയോടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ കൾച്ചറിനെ നമ്മൾ ഓവർലുക്ക് ചെയ്യുന്നു, അവർക്ക് വേണ്ടുള്ളൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ല, അവരെ മാർജിനലൈസ് ചെയ്യുന്നു. ഇങ്ങനത്തെ രീതിയിൽ, കാരണം എന്താണ്, പൊതുവായിട്ടുള്ളൊരു അഭിപ്രായമായിരിക്കും അവർ ലോ കാസ്റ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ കൾച്ചറിന് ഇമ്പോർട്ടൻസിൻ്റെ ആവശ്യമില്ല, അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ ഈ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അതെല്ലാവരും കൂടി വിശ്വസിക്കുകയും അങ്ങനത്തെ രീതിയിൽ മറ്റ് കൾച്ചർ ഇൻഫീരിയർ ആണെന്ന് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യുന്നു. അവിടെ ഒരു സ്റ്റീരിയോടൈപ്പ് ക്രിയേറ്റ് ആവപ്പെടുകയാണ്. സോ ദി ബാഡ് സൈഡ് ഇസ് ദാറ്റ് ദർ കുഡ് ഹാവ് cultural and ethnic stereotype even in workplace, which could lead to decreased job satisfaction, low morale, reduced productivity, loss of trust, increased turnover. കാരണം ഈ സ്റ്റീരിയോടൈപ്പ്, ഏതൊരു സ്റ്റീരിയോടൈപ്പ് ആണെങ്കിലും ഡിസ്ക്രിമിനേഷനിലേക്കാണിത് ലീഡ് ചെയ്യുന്നത്. അതുപോലെ കൾച്ചറൽ സ്റ്റീരിയോടൈപ്പ് ആണെങ്കിലും ഒരു പർട്ടിക്കുലർ കൾച്ചർ മാത്രം സുപ്പീരിയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് കൾച്ചറിനെ എല്ലാം തന്നെ അവഗണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ വരും, അതൊരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബയസ് വരും, മാർജിനലൈസേഷനും വരും. ആൻഡ് ഇറ്റ് ക്യാൻ ഫർദർ കോസ് ഫീലിങ്സ് ഓഫ് ഏലിനേഷൻ ആൻഡ് ഐസൊലേഷൻ വിച്ച് ക്യാൻ ഹാവ് എ നെഗറ്റീവ് എഫക്റ്റ് ഓൺ ദി ഓവറോൾ മൊറാൽ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദി വർക്ക് പ്ലേസ്. Additionally, it can lead to an increase in hostility, harassment, conflict, etc. കാരണം നമ്മളിപ്പോൾ പല ന്യൂസും കാണാറുണ്ട്, പല രീതിയിലുള്ള സിവിൽ വാർസ് നടക്കുമ്പോൾ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും. എന്തെങ്കിലും രീതിയിൽ അവരുടെ വിശ്വാസങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടോ ഉള്ളൊരു കാര്യമായിരിക്കും. പിന്നീട് അത് അവരുടെ കൾച്ചറിനെ കുറിച്ച് പറയുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. അങ്ങനെ അവർ തമ്മിലൊരു യുദ്ധം നടക്കുന്നു. അങ്ങനെ പല സിവിൽ വാർസും ഈവൻ ഗ്രേറ്റർ
സ്കെയിലിലുള്ള ഒരു വാർസും നടന്നിട്ടുണ്ട്. So that is the bad effect or the worst case scenario of cultural stereotyping. The next topic is subjectivity. So a subject is a person, and subjectivity is connected to culture studies in the belief that it is culturally constructed. A subject is not born but is transformed into one from a concrete being by his immersion into culture. കാരണം ഞാനും നിങ്ങളും എല്ലാവരും തന്നെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കുറേ അധികം കൺസ്ട്രക്ട്സിലേക്ക് നമ്മൾ ജനിച്ച് വീഴുകയാണ്. അതായത് ജെൻഡർ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ കുറേ അധികം കൾച്ചറൽ ഒരു ഇത് കാണുമല്ലോ. ഞാൻ ജനിച്ച് വീഴുമ്പോൾ തന്നെ ഞാൻ ഇന്ന റിലീജിയനിൽ പെടുന്നു, ഇന്ന ക്ലാസ്സിൽ പെടുന്നു, ഇന്ന കാസ്റ്റിൽ പെടുന്നു, അതുപോലെ തന്നെ ഒരു കൾച്ചറിലും ഞാൻ ജനിക്കുമ്പോൾ തന്നെ ആ ഒരു ഭാഗമാവുകയാണ്. അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സൊസൈറ്റി തന്നെ ഉണ്ടാക്കുന്ന ഒരു കൺസ്ട്രക്ഷനിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയെ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു. ആൻഡ് സബ്ജക്റ്റിവിറ്റി ഈസ് കൺസേൺഡ് വിത്ത് ദാറ്റ് where it is a major aspect in everyday life. People are subjected to a number of things every second of the day and they have no idea that they are being that way. It comes naturally from people's influences because it is a world we live in today. It is culturally constructed rather than innate and naturally occurring. So basically subjectivity എന്ന് പറയുന്നത് നമ്മൾക്ക് ആ ഒരു നമ്മളുടെ എക്സ്പോസ്ഡ് ആവുന്ന ആ ഒരു കൾച്ചറാണ്. അതായത് ഞാൻ പറഞ്ഞു, നമ്മൾക്കെല്ലാം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു റിലീജിയൻ ഉണ്ട്, ഒരു കാസ്റ്റ് ഉണ്ട്. കാസ്റ്റിസം എന്തായാലും നമ്മൾക്കുണ്ട്. നമ്മൾ എപ്പോഴും കേട്ട് വളരുന്നതാണ്, ഈ ഒരു സർട്ടൻ കാസ്റ്റ് മാത്രം സുപ്പീരിയർ ആണ്, ഇന്നൊരു കാസ്റ്റ് ഇൻഫീരിയർ ആണെന്ന രീതിയിൽ നമ്മൾ കേൾക്കുന്നു, അതിനെക്കുറിച്ച് പഠിക്കുന്നു. ക്ലാസ് ഡിവിഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, റിലീജിയസ് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഇത്രയും അധികം പഠിച്ചു വരുമ്പോഴും നമ്മളുടെ നമ്മുടെ ഒരു കേരള കൾച്ചർ എന്താ നമുക്കറിയാം. അതിൻ്റെ ഒരു ഫുഡ്, അതുപോലെ തന്നെ ക്ലോത്തിങ്, ഫെസ്റ്റിവൽസ്, ഇതെല്ലാം തന്നെ നമുക്കറിയാൻ പറ്റും. നമ്മൾ ജനിക്കുന്ന സമയം തൊട്ട് നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഒപ്പീനിയൻ ഉണ്ട്, മൈൻഡ് സെറ്റ് ഉണ്ട്. അതെല്ലാം തന്നെ നമുക്ക് സ്വന്തമാണ്. അത് എല്ലാവർക്കും സിമിലർ ആയിരിക്കണമെന്നില്ല. ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും പല കാര്യങ്ങളും നമുക്കൊരു കുറച്ച് സിമിലാരിറ്റീസ് കാണും. പക്ഷേ ഇപ്പോൾ സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് വളരെയധികം പേഴ്സണലൈസ്ഡ് ആണ്. കാരണം ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിശ്വസിക്കണമെന്നില്ല. എൻ്റെ അതേ ഒരു ബിലീഫ് സെറ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് കാണണമെന്നില്ല. വേറെ പല കാര്യങ്ങളിലും നമ്മൾ തമ്മിൽ ഒരു സെയിം ഒപ്പീനിയൻ കാണും. പക്ഷെ അതേപോലെ തന്നെ പല കാര്യങ്ങളിലും നമുക്കൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും കാണും. സോ അതാണ് സബ്ജക്റ്റിവിറ്റിയുടെ ഒരു പ്രത്യേകത. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് സോ ആൻഡ് സോ തിങ്സ് ആർ സബ്ജക്റ്റീവ് എന്ന്. അതിൻ്റെ ഐഡിയ എന്താണ്? അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ കാണത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജെൻഡറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും റിലീജിയൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഒക്കെ അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ വരുന്ന സമയത്ത്, ഡിബേറ്റ് വരുന്ന സമയത്ത് നമ്മൾ പറയും ദിസ് ഇസ് സബ്ജക്റ്റീവ് എന്ന്. കാരണം എന്താണ്? ഒരിക്കലും നമുക്ക് ഇന്നതാണ് ഇന്ന കാര്യമെന്ന് ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല. ഒരു 10 പേരെ എടുക്കുകയാണെങ്കിൽ 10 പേരെ വെച്ചിട്ട് ഒരു ജെൻഡറിൻ്റെ കാര്യം, ഒരു ജെൻഡർ എന്നൊരു ടോപ്പിക്ക് വെച്ചിട്ട് ഒരു ഡിസ്കഷൻ നടത്തുകയെന്നിരിക്കട്ടെ, 10 ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ആയിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്നത് പലപ്പോഴും. അല്ലെങ്കിൽ 1-2 ആൾക്കാർ ചിലപ്പോൾ ചില പോയിന്റ്സിൽ ഒരുമിച്ച് നിൽക്കും. പക്ഷെ എന്നാൽ പോലും ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാണും. അതിന് കാരണം എന്താണ്? നമ്മൾ വളരുന്ന ആ ഒരു കൾച്ചർ, നമ്മൾ വളരുന്ന ആ ഒരു ട്രഡീഷൻ, നമ്മൾ കേട്ടും കണ്ടും അറിയുകയും ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ ഒരു ചിന്താഗതി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നമ്മൾ കാണുന്ന TV ഷോസ്, അതുപോലെ മൂവീസ്, നമ്മൾ വായിക്കുന്ന ഇഷ്ടപ്പെടുന്ന ബുക്സ്, ഇതെല്ലാം തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന രീതി, നമ്മൾ വളരുന്ന രീതി, അതുപോലെ തന്നെ നമ്മുടെ സംസാരിക്കുന്ന രീതിയെ വരെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതെല്ലാമാണ് സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. So that is why post-structuralist theorists believe that subjectivity is culturally constructed. അതൊരിക്കലും ഇൻഹെറിറ്റഡ് അല്ല, കൾച്ചറലി കൺസ്ട്രക്റ്റഡ് ആണ്. എങ്ങനെയാണോ ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ്
എല്ലാം തന്നെ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ്. ഒരിക്കലും ഇത് ഗോഡ് ഗിഫ്റ്റഡ് അല്ല, ദൈവം ഉണ്ടാക്കി വെച്ച കാര്യങ്ങളല്ല. അതുപോലെ തന്നെ എന്താണ് ഫിക്സഡ് ആയിട്ടുള്ള ഐഡിയ അല്ല. ഇതെല്ലാം തന്നെ സോഷ്യലി കൾച്ചറലി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള കുറേ കോൺസെപ്റ്റാണ്. കാലങ്ങളായി അത് പ്രാക്ടീസ് ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്കത് നാച്ചുറൽ ആണെന്ന് തോന്നുന്നതാണ്. അതുപോലെ തന്നെയാണ് സബ്ജക്റ്റിവിറ്റി. There is no essential link between questions of subjectivity and questions of subordination and power, and certainly there is a great distribute of work within anthropology that closely explores subjectivity as a somewhat neutral arena of analysis, which has been explored by the post-structuralist. കാരണം അതുവരെ ഒരു ഇത് നാച്ചുറൽ ആണ്, ഒക്കറിങ് ആണ് എന്നുള്ളൊരു രീതിയിൽ, ഹെറിഡിറ്ററി ആണ് എന്നുള്ള രീതിയിൽ ഒരു ബിലീഫ് ആയിരുന്നു. പിന്നീട് പോസ്റ്റ് സ്ട്രക്ചറലിസം ഒക്കെ വന്നപ്പോഴാണ് ഇത് ശരിക്കും ഇതും ഒരു റിസർച്ച് ചെയ്യാൻ പറ്റുന്ന, അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഫീൽഡാണ് എന്ന് മനസ്സിലാക്കി വരികയും ഇത് സെപ്പറേറ്റ് ഒരു കൾച്ചർ സ്റ്റഡീസിൽ എന്നൊരു കോൺസെപ്റ്റായിട്ട് വരികയും ചെയ്തത്. So subjectivity in culture studies is believed to be culturally constructed, a point which we have been repeating. Unlike humanist, culture theory marks subject as cultural construction rather than fixed and timeless entity. Formation of subjectivity reflect the social process that constitute us as subjects. So that is a brief idea on the topics of cultural consumption, cultural stereotyping and subjectivity. So I hope this was useful. If yes, do like the video, and if you have any opinion you can share that in the comment section. I'll see you in the next video. Till then, take care.